അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആടുമാട് ഒട്ടകങ്ങളെപ്പറ്റി പറഞ്ഞ ശേഷം കുതിര, കഴുത. കുതിരയും കഴുതയും ഇണചേർന്ന് ജനിക്കുന്ന കോവർ കഴുത എന്നിവയെ സവാരിക്കുള്ള വാഹനങ്ങളാക്കി സൃഷ്ടിച്ചു തന്നിട്ടുള്ളതിനെയും അവ മൂലം സ്വാഭാവികമായും ലഭിക്കുന്ന അലങ്കാര ഭംഗിയെക്കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ആടുമാടൊട്ടകങ്ങളുടെ പ്രയോജനങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ചപ്പോൾ അവ ഭക്ഷ്യവസ്തുക്കളാണെന്ന് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ മൂന്ന് മൃഗങ്ങളെയും ഭക്ഷ്യവസ്തുക്കളായി അള്ളാഹു പ്രസ്താവിച്ചില്ല. അവയെ വാഹനമായി ഉപയോഗിക്കുവാനുള്ളതും അലങ്കാരമാക്കിനുള്ളതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് അറിയപ്പെട്ടിട്ടില്ലാത്തതും അക്കാലത്തുള്ളവർക്ക് ഊഹിക്കാൻ പോലും പ്രയാസകരമായ വാഹനങ്ങളാണ് തീവണ്ടി, വിമാനം, കപ്പൽ, മോട്ടോർ വാഹനങ്ങൾ മുതലായവ. ഇപ്പോൾ വായുമണ്ഡലത്തിനപ്പുറം ശൂന്യാകാശത്തിലൂടെ സഞ്ചരിക്കാവുന്ന വാഹനങ്ങളും രംഗത്ത് വന്നിരിക്കുന്നു. ഇനിയും ഏതെല്ലാം തരത്തിലുള്ള വാഹനങ്ങൾ കണ്ടുപിടിക്കപ്പെടുമെന്ന് പറയാൻ സാധ്യമല്ല. ഇവയൊക്കെ പ്രത്യക്ഷത്തിൽ മനുഷ്യൻ നിർമ്മിക്കുന്നതാണെങ്കിലും അവ നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികളും അവയ്ക്ക് രൂപം നൽകുവാനുള്ള ബുദ്ധിയും തോന്നലും സാഹചര്യങ്ങളുമെല്ലാം മനുഷ്യന് നൽകുന്നത് അള്ളാഹുവാണ്. ഇതുപോലെയുള്ള പലതിനെയും സൂചിപ്പിച്ചുകൊണ്ടായിരിക്കാം അവസാനം നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതും അവൻ സൃഷ്ടിക്കുന്നു എന്നു പറഞ്ഞത്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.